നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2024 ഇനി അവസാനിക്കുവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ. പുതിയൊരു വർഷം 2025 നമ്മുടെ മുമ്പിൽ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ 2024 നമ്മൾക്കെല്ലാം പല തരത്തിലുള്ള സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചും ഒരുപാട് പേർക്ക് വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു വർഷമായിരിക്കും 2024. ചാനൽ മോണിറ്റൈസ് ആകുക വഴി ആദ്യത്തെ പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ട് സന്തോഷപ്പെട്ടവരുമുണ്ട്. ഇനി അതിനു വേണ്ടിയിട്ട് 2025 ഇതൊക്കെ ഒന്ന് നടന്ന് കിട്ടണേ എന്ന് കാത്തിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും യൂട്യൂബ് പോലെയുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും അതിൽ നിന്നും ഒരു ഏർണിങ്സ് വീട്ടിൽ നിന്ന് തന്നെ പലർക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പാഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ഒരിക്കലും മനസ്സ് തളരരുത്. സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോകുക. ഇനി പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് തന്നെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെയാണ് നമ്മൾക്ക് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താം, എവിടെയായിരുന്നു നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരുന്നു, അത് എങ്ങനെ ഇനി അത് മാറ്റിയെടുക്കാം എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് പുതിയ വർഷത്തിൽ നിന്നും തുടർച്ചയായിട്ട് നല്ല നല്ല വീഡിയോസും കണ്ടൻറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ധാരാളം ഫാമിലി മെമ്പേഴ്സ് ഇപ്പം അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ശരിക്കും സിനിമയിലെയോ ഒരു സീരിയലിലെയോ രംഗങ്ങളൊക്കെ പോലെ വളരെ അവർ ഭാവാത്മകമായിട്ടും നന്നായിട്ട് ചിന്തിച്ചിട്ടും ഒരു സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ഒക്കെ എഴുതി അവതരിപ്പിക്കുന്ന പോലെയൊക്കെയാണ് അവരുടെ എഡിറ്റിങ്ങും അവതരണ ശൈലിയും ഒക്കെ. അതൊക്കെ കണ്ടിട്ട് സത്യത്തിൽ വളരെയധികം അതിശയം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ധാരാളം പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഇരുന്ന് ഇതൊക്കെ ഒരിക്കലും ഇവരുടെ ഈ കഴിവുകളൊന്നും പുറം ലോകം ഒരിക്കലും അറിയാതെ പോകാനായിരുന്നു സാധ്യത. പക്ഷെ എന്തായാലും യൂട്യൂബ് വഴി ആരും ഒരു മടിയുമില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്ന് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നത് കാണാനായിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം തൊട്ട് നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല കണ്ടൻറ്റും വീഡിയോസും ഒക്കെ എപ്പോഴും പറയുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പലരും വ്യൂസിനെ കുറിച്ചിട്ട് ധാരാളം വിഷമിക്കാറുണ്ട്, അതിനെക്കുറിച്ച് കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷനേ ആകണ്ട. ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് മാറുന്നതനുസരിച്ചിട്ട് അടുപ്പിച്ചിട്ട് കുറച്ച് ദിവസങ്ങളിൽ നല്ലവണ്ണം വ്യൂസ് വന്നുകൊണ്ടിരുന്ന ചാനലിലൊക്കെ വ്യൂസ് കുറവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1000, 2000 ഇല്ല 5000 വ്യൂസൊക്കെ വന്ന സ്ഥലത്ത് 200, 300 ഒക്കെയല്ലേ വരുന്നുള്ളൂ. ഇനി അതിൽ കുറച്ച് വ്യൂസൊക്കെ വന്നിട്ട് മതി നമുക്കിനി അടുത്ത വീഡിയോനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നും കരുതണ്ട. തുടർച്ചയായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് 1-2 എണ്ണത്തിന് വ്യൂസൊക്കെ കുറവാണെങ്കിലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു 5-6 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചില വീഡിയോസ് പഴയതൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അതിൽ ഓട്ടോമാറ്റിക്കലി വ്യൂസ് കൂടുതൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യവും. അപ്പോൾ നിങ്ങളുടെ കണ്ടൻറ്റിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫാമിലീനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സപ്പോർട്ട് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തമ്മിൽ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് നീങ്ങുക. ഒരുപാട് നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാനുള്ള സമയം, അത് 2-3 വീഡിയോസൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കെഡ്യൂളിങ് ചെയ്ത് വെക്കാം. നിങ്ങൾ ചിലപ്പോൾ പുറത്ത് പോകുമായിരിക്കും, എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയോ ഇല്ല വേറെ ട്രാവലിങ്ങിനോ ഒക്കെയോ പോകുമ്പോഴേക്കോ നാട്ടിലൊക്കെ പോകുമ്പോഴോ അതിന് മുടക്കം വരാതിരിക്കാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ധാരാളം പേര് കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തില്ല, മോണിറ്റൈസേഷൻ ആയവരും പണം കിട്ടിയവരും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒരുപാട് പേര് കമൻസിൽ വന്നിട്ട് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ജോലി തിരക്കിനിടയിലും ഞാനൊരു മുമ്പ് ഒരുപാട് വർഷമായിട്ട് ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജോലിക്ക് ഇടയിൽ എനിക്ക് വളരെ ചുരുക്കം സമയം മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പുതിയതായിട്ടൊക്കെ വന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും നിങ്ങളിൽ പലരും എനിക്ക് നല്ല നല്ല കമൻസൊക്കെ അയക്കാറുണ്ട്.
പല ഫാമിലി മെമ്പേഴ്സും വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ട് അവരുടെ ചാനലുകൾ എന്നൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷപ്പെടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ സാധിക്കുമെങ്കിൽ ന്യൂ ഇയറിന് മുമ്പോ ഇല്ലെങ്കിൽ അടുത്ത ഏറ്റവും അടുത്ത ഒരു സന്ദർഭത്തിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം.